അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനൊരു 10 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷുഗർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹാഫ് ടിന്ന് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഞാൻ മിൽക്ക് ഗ്യാസ് സ്റ്റവിൽ വെക്കുന്നതിൻ്റെ മുന്നേ ഞാനൊരു ഹാഫ് കപ്പ് മിൽക്ക് എടുത്തിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കിയതാണ്. നല്ല മിക്സ് ആക്കിയിട്ട് അത് പാല് തള വരാനാകുമ്പോഴേക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈ വെക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഓഫാക്കാം. നല്ലോണം കുറുകണ്ട, ഒരു മീഡിയം സൈസ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന പരിവാകുമ്പോൾ നമുക്ക് ഓഫാക്കി എടുക്കാം. നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞാനിതിൽ പുതിയ റെസിപ്പീസ് പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് വലിയ ട്രേയിലാണ് ഇത് പുഡിങ് സെറ്റ് ചെയ്യണത്. നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ട്രേ എടുക്കുകയാണെങ്കിൽ ഒരു ഹാഫ് പാക്കറ്റ് മതിയാവും ബ്രെഡ് ഞാൻ സൈഡൊന്നും കട്ട് ചെയ്തിട്ടില്ല. കാണാൻ കുറച്ച് ഭംഗിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സൈഡ് കട്ട് ചെയ്തെടുക്കാം. ഞാൻ സൈഡ് കട്ട് ചെയ്യാതെയാണ് സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് വീട്ടിൽ തന്നെ ആയതുകൊണ്ടാണ് ഞാൻ സൈഡ് കട്ട് ചെയ്യാത്തത് കേട്ടോ. ആ ബ്രൗൺ കളർ ഇങ്ങനെ കാണും, അല്ലെങ്കിൽ കട്ട് ചെയ്താൽ നല്ല നീറ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഹാഫ് ഗ്ലാസ് മിൽക്ക് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടാറിൻ്റെ ശേഷമാണ് ഇട്ടത്. കാച്ചി വെച്ച പാലാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ബ്രെഡൊന്ന് സോക്കാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച കസ്റ്റാർഡാണിത്. കസ്റ്റാർഡല്ല, ഞാൻ കോൺഫ്ലവർ മിക്സ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സോസ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കസ്റ്റാർഡ് പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് കസ്റ്റാർഡ് ഇട്ടിട്ട് സോസ് ഉണ്ടാക്കാം. ഞാൻ കോൺഫ്ലവർ മിക്സ് ആക്കിയിട്ടുള്ള സോസാണ്. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഞാൻ പിന്നെ വിപ്പിംഗ് ക്രീം, നമ്മളിവിടെ അന്ന് കേക്ക് ഉണ്ടായിരുന്നു എനിക്ക് ഓർഡറിന്. അപ്പോൾ അതിൽ കുറച്ച് കളർ കൂട്ടിയ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ പിന്നെ പിസ്താഷ്യോൻ്റെ ക്രീമാണ് കേട്ടോ. അത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അത് ഇതിലേക്ക് മിക്സ് ആക്കിയിട്ട് ഞാൻ വിപ്പിംഗ് ക്രീമും പിസ്താഷ്യോൻ്റെ ക്രീമും മിക്സ് ആക്കി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ പൈനാപ്പിൾ ഒരു ഹാഫ് പൈനാപ്പിൾ ഞാൻ ഷുഗർ ഇട്ട് വേവിച്ചെടുക്കണം. അതാണ് പൈനാപ്പിൾ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ നമുക്ക് കയ്പ്പ് രസം വരും. പൈനാപ്പിളും മിൽക്കും കൂടി മിക്സ് ആകുമ്പോൾ ഒരു കയ്പ്പ് രസം വരും, ഒരു ബിറ്റർ ടേസ്റ്റ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് വിളയിച്ചെടുത്തതാണ് പൈനാപ്പിൾ. അത് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ബ്രെഡിൻ്റെ മുകളിൽ നമ്മൾ സോസ് ഇട്ട് വെച്ചിട്ട് ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷമാണ് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട, സ്കിപ്പ് ചെയ്യാം. അങ്ങനെ ഞാൻ പിസ്താഷ്യോൻ്റെ ക്രീമും വിപ്പിംഗ് ക്രീമും കൂടി മിക്സ് ആക്കിയതാണ്. ഇതിലേക്ക് നമുക്ക് ഡെസിക്കേറ്റ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ തേങ്ങൻ്റെ ചെറിയ നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അത് ഡ്രൈ ആയതാണ്, തേങ്ങ ചിരകിയിട്ട് ഡ്രൈ ആക്കി വെക്കുന്നതാണ്. അപ്പോൾ അത് ഷോപ്പിലുണ്ടാവും. അപ്പോൾ അതും വേണമെങ്കിൽ നമുക്ക് ഈ വിപ്പിംഗ് ക്രീമിലൊന്ന് മിക്സ് ആക്കാം. ഞാൻ പിന്നെ ഡ്രൈ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും കുറച്ച് ഞാനിതിലേക്ക് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സാക്കി വിപ്പിംഗ് ക്രീമാണിത് കേട്ടോ. ഡ്രൈ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും പിസ്താഷ്യോൻ്റെ ക്രീമും വിപ്പിംഗ് ക്രീമും കൂടി മിക്സ് ആക്കിയതാണ്. അത് നന്നായിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡാക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ വിപ്പിംഗ് ക്രീം ഒന്നും ഇല്ലാതെയാണ് കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചതിൻ്റെ ശേഷം പിന്നെ ഒന്നുമില്ലാത്തൊരു വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തതാണ്. അതൊന്ന് ഇതിൻ്റെ മുകളിൽ ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡെസിക്കേറ്റ് കോക്കനട്ട്, അത് നമുക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമിൽ ഇട്ട് കൊടുക്കാം. അതല്ലാതെ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിൽ. അപ്പോൾ ഞാൻ ഡെസിക്കേറ്റ് കോക്കനട്ട് ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ നമുക്ക് കുനാഫയാണ് പിന്നെ കയ്യിലുള്ളത്. കുനാഫ ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഈ കുനാഫയും ഈ പിസ്താഷ്യോൻ്റെ ക്രീമൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത്. പിസ്താഷ്യോൻ്റെ ക്രീം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പൈനാപ്പിളിൻ്റെ മുകളിൽ ഡെസിക്കേറ്റ് കോക്കനട്ടും നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ക്രീം ഉണ്ടെങ്കിൽ പിസ്താഷ്യോൻ്റെ ക്രീം ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ആവും. നല്ല ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ്. നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് ആർക്കും ഇത് കഴിച്ചാൽ പെട്ടെന്ന് ഇതിൻ്റെ ടേസ്റ്റ് എന്തൊക്കെയാണെന്ന് പിടുത്തം കിട്ടില്ല. അങ്ങനത്തെ ഒരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് കുനാഫ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ നൈസ് സേമിയ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് ഡ്രൈ ചെയ്ത് ഒന്ന് ഗീയിൽ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് സ്പ്രെഡാക്കിയതിൻ്റെ ശേഷം നമുക്ക് ഡ്രൈ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കാഷ്യും ബദാമാണ് ഇട്ട് കൊടുക്കുന്നത്. കാണാൻ തന്നെ നല്ല രസമല്ലേ.
കഴിക്കാൻ തോന്നും നമുക്ക് കണ്ടാൽ തന്നെ. നമുക്ക് ഒരു സാധനം കണ്ടാൽ തന്നെ തോന്നില്ല നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത്രക്കുള്ളൂ വീഡിയോ.